തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാ കിറാമുകളും നടത്തിയ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിം രാജ്യത്തെയും നിർമാർജനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ശത്രുക്കളെ തടയാനും അവരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ജിഹാദിന്റെ വഴി സ്വീകരിക്കുകയും അവസാനം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ രംഗത്ത് മഹത്തായ നേട്ടമുണ്ടാക്കി. ഒരു കാലത്ത് ശത്രുക്കളും ഇസ്ലാമിന്റെ നാശത്തിന് കൊതിച്ചിരുന്നവരുമായ ആളുകൾ ഇസ്ലാമിന്റെ അണിചേർന്ന് ഇസ്ലാമിന്റെ സഹായികളും സഹകാരികളുമായി തീർന്ന ജിഹാദിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇനി മഹാനായ ഇമാം ബുസ്രി തങ്ങൾ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദിന്റെ ആലാപനത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് വിവരണത്തിലേക്ക് വരാം. കാവുമ്പടി ഉസ്താദിന് വേണ്ടി മൈക്ക് കൈമാറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം رعت قلوب العدا أنباء بعثته كنبأة أجفلت غفلا من الغنم ما زال يلقاهم في كل معترك حتى حكوا بالقنا لحما على وضمي ودوا الفرار فكادوا يغبطون به أشلاء شالت مع الإقبال والرخم تمضي الليالي ولا يدرون عدتها ما لم تكن من ليالي الأشهر الحرم كأنما الدين ضيف حل ساحتهم بكل قرم إلى لحم العدا قريب يجر بحر خميس فوق سابحة يرمي بموج من الأبطال ملتطم من كل منترب لله محتسب يسطو بمستأصل للكفر مصطلم حتى غادت ملة الإسلام وهي بهم من بعد غربتها موصولة الرحم مكفولة أبدا منهم بخير أبي وخير بعل فلم تيتم ولم تائمي هم الجبال فسال عنهم مصادمهم ماذا رأى منهم في
في كل مصطدم وسل حنينا وسل بدرا وسل أحدا فصول حتف لهم أضحى من الوخم المصدر البيض بعد ما ودت من العدا كل موس والدم من الإمام مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله تبارك الله، ما شاء الله تبارك الله، الله تعالى بركته ما رحت. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. റാഅത്ത് ഖുലൂബൽ ഇദാ, റാഅത്ത് പരിഭ്രമിപ്പിച്ചു, ഭയപ്പെടുത്തി. ഖുലൂബൽ ഇദാ ശത്രുക്കളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തി. എന്ത്? അംബാഉ ബിഅസതിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ വാർത്ത. സേവക്കാരായ കാഹിനീങ്ങളിൽ നിന്നും ജിന്നുകളിൽ നിന്നും അതുപോലെ പല വസ്തുക്കളിൽ നിന്നും, ബിംബത്തിന് ബലിയർക്കപ്പെട്ട അറുത്തു കഴിഞ്ഞ മൃഗത്തിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി നിർജീവ വസ്തുക്കളാവുന്ന ബിംബങ്ങളിൽ നിന്ന് വരെ അശരീരി ശബ്ദങ്ങൾ കേൾക്കുകയും മഹാനായ അന്ത്യപ്രവാചകർ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനമെടുത്തു എന്നും ഇനി കുഫ്ർ ശിർക്കിന്റെ വലാലത്തിന്റെ മാർഗങ്ങൾക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ആ മഹത്തായ വാർത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെ സംബന്ധിക്കുന്ന ആ മഹത്തായ വാർത്ത ശത്രു ഹൃദയങ്ങളെ പരിഭ്രമത്തിലാക്കി. ആ പരിഭ്രമം എത്രത്തോളം വല്ലാതെ പേടിച്ചു, പരിഭ്രമിച്ചു. കനബ്അത്തിൻ, ഒരു സിംഹഗർജനം ഭയപ്പെടുത്തുന്നത് പോലെ. എങ്ങനെയുള്ള സിംഹഗർജനമാണ്? അജ്ഫലത്ത് ഓഫലം മിനൽ ഗനമി, പാവപ്പെട്ട മേഞ്ഞു തിന്നുന്നതിൽ വ്യാപൃതരായ ആട്ടിൻപറ്റങ്ങളെ സിംഹഗർജനം എന്തുമാത്രം ഭയപ്പെടുത്തുന്നു എന്നതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ വാർത്ത ശത്രു ഹൃദയങ്ങളെ കിടിലം കൊള്ളുക്കുമാർ ഭയപ്പെടുത്തി കഴിഞ്ഞു. ആ നിയോഗ വാർത്ത തന്നെ അവരുടെ മനസ്സിനേറ്റ ഏറ്റവും വലിയ ഒരു ഭയമായിരുന്നു. ഒരു കാട്ടിൽ മേഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പാവപ്പെട്ട മൃഗങ്ങളിൽപ്പെട്ട മൃഗമായ ആട്, ആ ആട്ടിൻകൂട്ടങ്ങൾ സിംഹഗർജനം കേട്ടാൽ എങ്ങനെ പേടിച്ച് അരണ്ട് വിറക്കുമോ, ആ നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന വാർത്ത കേട്ടപ്പോൾ തന്നെ ശത്രുഹൃദയങ്ങളെ അത് കിടിലം കൊള്ളിച്ചിരുന്നു. മാത്രമല്ല മാസാല യൽഖാഹും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശത്രുക്കളെ നേരിട്ട് കൊണ്ടിരുന്നു. അവിടുന്ന് സ്വന്തമായി നേരിട്ട് പങ്കെടുത്ത സന്ദർഭങ്ങളുമുണ്ട്. അവിടത്തെ അനുമതിയോടുകൂടി അവിടുന്ന് നിയോഗിച്ച മഹാന്മാരായ സ്വഹാബാ കിറാമുകൾ നേരിട്ടതുകൊണ്ട് രണ്ടായാലും മാസാല യൽഖാഹും എന്ന് പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നേരിട്ടുകൊണ്ടിരുന്നു. ഫീ കുല്ലി മുഅ്തറക്കിൻ, എല്ലാ യുദ്ധക്കളങ്ങളിലും, ബദർ മുതൽ വിവിധ യുദ്ധക്കളങ്ങളിൽ അനിവാര്യ ഘട്ടങ്ങളിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നേരിട്ടുകൊണ്ടിരുന്നു. ആ നേരിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ആ ശക്തമായ മുന്നേറ്റത്തിൽ ഹത്താ ഹക്കൂ, ശത്രുക്കൾ
ഉപമിക്കപ്പെട്ടതുപോലെയായി ബിൽഖന മഹാന്മാരായ സഹാബാക്കിറാമുകളുടെ ആയുധപ്രയോഗം. ഖന എന്ന് പറഞ്ഞാൽ സാധാരണ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കുന്തം എന്ന് പറയുന്ന ആയുധത്തിനാണ് പറയാ. ഇവിടെ ഇപ്പം വാക്ക് അങ്ങനെയാണെങ്കിലും ആയുധം കൊണ്ട് എന്നർത്ഥം. യുദ്ധത്തിൽ അവരുപയോഗിക്കുന്ന കുന്തം പോലെയുള്ള ആയുധപ്രയോഗം കാരണം ശത്രുക്കളെ ഉപമിക്കപ്പെട്ടതുപോലെ ലഹ്മൻ അലാ വളമി, അറുത്ത് മാംസമാക്കി ഇറച്ചിത്തട്ടിൽ വെച്ച മാംസകഷ്ണങ്ങളെ പോലെയായി. എന്ന് പറഞ്ഞാൽ ജീവനറ്റ് പ്രജ്ഞയറ്റ് നേരിടാൻ കഴിയാതെ മാംസവിൽപ്പനക്കാരൻ മൃഗങ്ങളെ അറുത്ത് തോലുരിഞ്ഞ് മാംസം കഷ്ണിച്ച് അത് വിൽക്കാൻ വേണ്ടി തട്ടിൽ വെക്കുന്നത് പോലെ ആയി. എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയാതെ എങ്ങനെയും അവരെ നേരിടാൻ പറ്റുന്ന അവസ്ഥ സഹാബത്തിനുണ്ടായി. ശത്രുക്കൾക്ക് അത് നേരിടാൻ പറ്റാത്ത അത്രയും നിസ്സഹായരാക്കി കഴിഞ്ഞു എന്നർത്ഥം. മാസാരേൽക്കാഹും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ഫീ കുല്ലി മുഅ്തറക്കിൻ, എല്ലാ യുദ്ധക്കളങ്ങളിലും. അങ്ങനെ യുദ്ധക്കളങ്ങളിൽ അവരെ ഏറ്റുമുട്ടി ഏതുവരെയായി ഹത്താ ഹക്കൗ, അവർ ഈ ശത്രുക്കളെ ഉപമിക്കപ്പെട്ടാൻ മാത്രമായി. ഈ ആയുധപ്രയോഗം കൊണ്ട് ഖന എന്ന് പറഞ്ഞ എന്തായിട്ട് ഉപമിക്കപ്പെട്ടു? ലഹ്മൻ അലാ വളമി. വളമ് എന്ന് പറഞ്ഞാൽ മാംസം വിൽക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടുന്ന പലക പോലത്തെ അല്ലെങ്കിൽ കൊട്ട പോലത്തെ പാത്രങ്ങൾ. അങ്ങനെ മുറിച്ചിട്ട് വിൽക്കാൻ വേണ്ടി പാകപ്പെടുത്തി വെച്ച മാംസകഷ്ണങ്ങളെ പോലെ ആയിക്കഴിഞ്ഞു ആ ശത്രുക്കൾ. മാത്രമല്ല വദ്ദു, അവര് ശത്രുക്കൾ കൊതിച്ചുപോയി, ആഗ്രഹിച്ചുപോയി. എന്തിനെ? അൽ ഫിറാറ, പിന്തിരിഞ്ഞോടന്നെ. പൊതുവെ അറബികൾ ആത്മാഭിമാനികളായിരുന്നു. അവര് ജീവൻ നഷ്ടപ്പെട്ടാലും അവരുടെ സർവസ്വം നഷ്ടപ്പെട്ടാലും ശത്രുവിന്റെ മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് അവർക്ക് വലിയ അപമാനമാണ്. അങ്ങനെ സാധാരണഗതിയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവർ ശത്രുവിന്റെ മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടൂല. എന്നാൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും മുന്നേറ്റത്തിന്റെ മുന്നിൽ ഈ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ കൊതിച്ചുപോയി. അതിന് പോലും സാധിക്കാൻ കൊതിക്കുക എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടിയെങ്കിൽ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു അവരെ. അവർക്ക് ആകെ പ്രതീക്ഷയുള്ള ഒന്ന് ഓടിപ്പോവാൻ കഴിഞ്ഞെങ്കിലേ എന്ന. മാത്രമല്ല കാതു, അങ്ങനെ ആ ശത്രുക്കൾ അടുത്തായി അർബിത്തൂന ബിഹി, പിന്തിരിഞ്ഞോടൽ കൊണ്ടിട്ട് വലിയ നേട്ടം. ഹസദിന്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതിന് ഹസദ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടിയ മഹത്തായ നിഅമത്ത് പോരത്തത് എനിക്കും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഗിബ്തത്ത് എന്ന് പറയാം. അതാണ് അർബിത്തൂന ബിഹി എന്ന് പറഞ്ഞാൽ ഓടിപ്പോകാൻ കഴിഞ്ഞ് ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുപോലെ നമുക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കൊതിക്കുമാർ അവരെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു. എന്താ യർബിത്തൂന ബിഹി? ഈ ഓടി രക്ഷപ്പെടൽ കൊണ്ടിട്ട് അവര് കൊതിക്കാൻ ആയി. എന്തിനു കൊതിക്കാൻ? അശില, ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതായ അവയവങ്ങളെ പോലെ. ആ അവയവങ്ങളോടാണ് അവർക്ക് വിപത്തുത്വ തോന്നിയത്. അതുപോലെ നമ്മളും ആയി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. എങ്ങനെയുള്ള അവയവങ്ങളാണ്? ശാലത്ത്, അത് ഉയർന്നു പോയിരിക്കുന്നു. മൽ എക്ബാനി, ചെമ്പരുന്നുകളുടെ കൂടെയും വർറഹമി, കഴുകന്റെ കൂടെയും. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ യുദ്ധക്കളത്തിലെ യുദ്ധ ആരവം അടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധക്കളങ്ങളിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന മൃതശരീരങ്ങളെ ചെമ്പരുന്തുകളും കഴുകന്മാരും വന്ന് കൊത്തി വലിച്ച് അവക്ക് മതിവരുവോളം ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈകളോ അതുപോലെയുള്ള അവയവങ്ങള് കൊത്തിയെടുത്ത് പറന്നുപോകും. എന്നാൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന രണ്ട് പക്ഷികളാണ് ഈ കഴുകനും ചെമ്പരുന്തും. അങ്ങനെ യുദ്ധക്കളത്തിൽ ജീവനറ്റ് കിടക്കുന്ന മൃതശരീരങ്ങളിൽ നിന്നിട്ട് ചെമ്പരുന്തുകളും കഴുകന്മാരും കൊത്തിയെടുത്ത് ഉയരത്തിൽ പറന്നു പോകുന്ന അവയവങ്ങളോട് അസൂയ തോന്നുമാർ. അതുപോലെ നമ്മളും ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഉയർന്നു പോയി കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുമാർ അവരെ സമ്മർദ്ദത്തിലാക്കി ആ
സഹാബാ കിറാമിന്റെയും തിരുത്തൂദർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുന്നേറ്റം. ഒന്നുകൂടി പറയാം, വദ്ദു ശത്രുക്കൾ കൊതിച്ചു, അൽഫിറാറ യുദ്ധക്കളം വിട്ട് ഒളിച്ചു ഓടലിനെ അവർ കൊതിച്ചു. കൊതിക്കുക മാത്രമല്ല, ഫഖാദു അവർ അടുത്തായി, യഗ്ബിതൂന ബിഹി ഈ ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ആ സന്ദർഭം കിട്ടുന്നത് ഭാഗ്യമായി കരുതി. എന്തിനോട്? അസൂയ തോന്നിയ മുറിച്ചെടുക്കപ്പെട്ട ശരീരാവയവങ്ങളോട്. ശാരത്ത് ആ അവയവങ്ങൾ ഉയർന്നു പോയിരിക്കുന്നു. മാലിഖബാനി വർറഹമി കഴുകന്റെയും ചെമ്പരുന്തിന്റെയും കൂടെ ഉയർന്നുപോയ മുറിച്ചെടുക്കപ്പെട്ട അവയവങ്ങളോട് അസൂയ തോന്നുമാർ. അവയൊക്കെ രക്ഷപ്പെട്ട് മേപ്പോട്ട് ഉയർന്നു പോയല്ലോ, അതുപോലെ നമുക്കൊന്ന് ആകാശത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന് ഭൂമിയിൽ നിന്നിട്ടും പറന്നുയരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കൊതിക്കുമാർ അവരെ ആ മുന്നേറ്റം സമ്മർദ്ദത്തിലാക്കി. മാത്രമല്ല, തംദില്ലയാലി വലാ യദ്റൂന ഇദ്ദതഹ മാലം തകും മില്ലയാലിൽ അശ്ഹുരിൽ ഹുറുമി. തംദില്ലയാലി രാപ്പകലുകൾ കഴിഞ്ഞു പോവും. ലയാലി പറഞ്ഞെങ്കിലും അയ്യാമ ഉദ്ദേശമുണ്ട്. രാപ്പകലുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? വലാ യദ്റൂന ഇദ്ദതഹ ആ രാപ്പകലുകളുടെ എണ്ണം പോലും അവർക്കറിയില്ല. എത്ര ദിവസം കഴിഞ്ഞു, എന്നാണ് വെള്ളിയാഴ്ച വന്നിരുന്നത്, എന്നായിരുന്നു തിങ്കളാഴ്ച വന്നിരുന്നത്, ഒന്നും അവർക്കറിയില്ല. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എത്ര ദിവസം കഴിഞ്ഞു എന്ന് പോലും അറിയാൻ പറ്റാത്ത അത്രമാത്രം ഭീതി അവരുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരുന്നു. പരിസരബോധം പോലും നഷ്ടപ്പെട്ടു. മാലം തക്കുൻ ഈ രാത്രികൾ ആകാതിരുന്നാൽ മില്ലയാലിൽ അശ്ഹുരിൽ ഹുറുമി മുഹറമായ യുദ്ധം വിരോധിക്കപ്പെട്ട മാസങ്ങളിലെ രാത്രിയാണെങ്കിൽ അത് മാത്രം അറിയാം. അത് കഴിഞ്ഞാൽ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്നീ 3 മാസങ്ങളും റജബ് എന്ന മാസവും, ഈ 4 മാസം പൂർവ്വകാലത്ത് യുദ്ധം നിഷിദ്ധമായിരുന്നു. അത് മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകൾ പോലും പാലിച്ചു പോന്നിരുന്നു. അപ്പോ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലല്ലാത്തപ്പോൾ രാപ്പകലുകൾ കഴിഞ്ഞു പോകുന്നതോ ദിവസങ്ങളുടെ മാറ്റം പോലും അറിയാൻ പറ്റാത്ത നിരക്ക് ഭീതി അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി പരിസരബോധം പോലും നഷ്ടപ്പെടുമാർ ഭീതിയിലാഴ്ത്തിക്കളഞ്ഞു അവരെ. കഅന്നമദ്ദീനു വയുഫുൻഹല്ല സാഹതഹും ബികുല്ലി ഖർമിൻ ഇലാ ലഹ്മിൽ ഇദാ ഖരിമി. കഅന്നമദ്ദീനു പരിശുദ്ധമായ ദീൻ ഇസ്ലാം ആയതുപോലുണ്ട്. വൈഫുൻ ഒരു ഉപമ പറയാം, ഒരു വിരുന്നുകാരനെ പോലെയുണ്ട്. പരിശുദ്ധ ദീൻ ഇസ്ലാം ഈ സാഹചര്യത്തിൽ ഒരു വിരുന്നുകാരനെ പോലെയുണ്ട്. ഇങ്ങനത്തെ വിരുന്നുകാരനാണ് അല്ല, ആ വിരുന്നുകാരൻ വിരുന്നു വന്നിരിക്കുന്നു, അതിഥിയായി വന്നിരിക്കുന്നു. സാഹത്തവും ഈ മഹാന്മാരായ ആളുകളുടെ മുറ്റത്ത്. എങ്ങനെ വന്നു? ബികുല്ലി കർമിൻ എല്ലാ മഹാന്മാരായ യോഗ്യന്മാരായ നേതാക്കളോടുകൂടി അവരുടെ മുറ്റത്ത് വിരുന്നു വന്ന ഒരു അതിഥിയെ പോലെ. എങ്ങനെയുള്ള നേതാവായിരിക്കുന്ന അതിഥിയാണ്? ഇലാ ലഹ്മിൽ ഇദാ ശത്രുക്കളുടെ മാംസം കൊള്ള കരിമി അങ്ങേയറ്റം കൊതിയുള്ള താല്പര്യമുള്ള. അതായത് അവരെ ഉപമിച്ചിട്ട് സാധാരണ അറബികൾക്കൊരു സ്വഭാവമുണ്ട്. മാന്യന്മാരായ അതിഥികൾ വന്നാൽ അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ സുലഭമായി അറുക്കുകയും ആ അറുത്ത ഒട്ടകമാംസം ചുട്ടും വേവിച്ചും അതിഥിയെ സൽക്കരിക്കുകയും ചെയ്യുക. അത് തന്നെ മാംസം, വേവിച്ച മാംസത്തിന് അങ്ങേയറ്റം കൊതിയുള്ള ആളുകൂടിയാണെങ്കിൽ എത്ര വേണമെങ്കിലും മറച്ചു കൊടുക്കും എന്നതുപോലെ ഈ സഹാബാ കിറാം പരിശുദ്ധ ദീനുമായി ശത്രുക്കളുടെ സമീപത്ത് വന്നപ്പം വലിയ മഹാന്മാരായിരിക്കുന്ന നേതാക്കന്മാര് മുറ്റത്ത് വിരുന്നു വന്നാൽ ആ വിരുന്നു വന്ന അതിഥി മാംസത്തിന് താല്പര്യമുള്ള ആളുകൂടിയാണെങ്കിൽ അവിടെയുള്ള മൃഗങ്ങളെ അറുത്ത് യഥേഷ്ടം അതിഥികൾക്ക് സൽക്കരിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ആയുധങ്ങൾക്ക് മുന്നിൽ അവർ നിസ്സഹായരായി, കെട്ടിയിട്ട മൃഗങ്ങളെപ്പോലെ നിസ്സഹായരായിരുന്നു എന്നർത്ഥം. എന്നാൽ ഇങ്ങനെ അതിഥി സൽക്കാരത്തിന് സുലഭമായി മൃഗങ്ങളെ അറുത്ത്
മാംസം ദാനം ചെയ്യുക മാത്രമല്ല, യജുറു ആ നേതാവ് നയിക്കുന്നു ബഹറ ഹമീസിൻ മഹാസൈന്യമാവുന്ന സമുദ്രത്തെ. ഒക്കെ അലങ്കാര പ്രയോഗങ്ങളാണ്. ഹമീസ് എന്ന് സാധാരണ പഴയ കാലത്തുള്ള സൈന്യത്തിന് ഹമീസ് എന്നാ പറയാ. അതിന് കാരണം അന്നത്തെ സൈനിക സെറ്റപ്പ് 5 തിരിക്കലാണ്. മൈമനത്ത്, മൈസറത്ത്, മുഖദ്ദമത്ത്, മുഅഖറത്ത്, കൽബ്, ഇങ്ങനെ 5. അതായത് 5 ബറ്റാലിയനായി തിരിച്ചിട്ട് നേതാവും അതിലെ പ്രധാനപ്പെട്ട ആളുകളും ഈ കൽബ് എന്ന് പറയുന്ന അതിന്റെ മധ്യസേനയിലായിരിക്കും. അതിന്റെ മുന്നണിയായിട്ട് മുഖദ്ദമത്തും പിന്നിൽ നിന്നുള്ള ശത്രുവിനെ ഏത് സമയത്തും എങ്ങനെയും നേരിടാൻ വേണ്ടിയിട്ട് മുഅഖറത്തും, മൈമനത്ത്, മൈസറത്ത് പറഞ്ഞാൽ ഇടത് വലത് 2 ഭാഗങ്ങളിലായും നടുവിൽ കൽബ് എന്നിങ്ങനെ 5 തിരിക്കലുണ്ട്. അപ്പൊ ഒരു വലിയ സൈന്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹമീസ് എന്നാണ് അറബികൾ പറയാ. ഇവിടെ അതാണ് ഉദ്ദേശം. ആ മഹാസൈന്യമാകുന്ന ഒരു സമുദ്രം, ധാരാളം മഹാന്മാരായ സഹാബത്ത് ഉൾക്കൊള്ളുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തെ ഒരു കടലിനോട് ഉപമിക്കാം. സൈന്യമാവുന്ന കടൽ. ആ കടലിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിക്കുന്നു. എങ്ങനെ? ഫൗക സാബിഹത്തിൻ, നല്ല സുന്ദരമായി മുന്നോട്ട് ഗമിക്കുന്ന ഓടുന്ന കുതിരപ്പുറത്ത്. സാബിഹത്ത് എന്ന് സാധാരണ പറയാ വെള്ളത്തിന്റെ മുകളിൽ നീന്തുന്നതിനാ. ആദ്യം ഈ സൈന്യത്തെ സമുദ്രത്തിന് തുല്യമാക്കി. ഈ സമുദ്രത്തിന് തുല്യമായ ഈ സൈന്യം സഞ്ചരിക്കുന്നത് നല്ല വെള്ളത്തിൽ നീന്തുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുതിരപ്പുറത്താണ്. അതായത് ചില കുതിരകളുണ്ട് അനുസരണക്കേട് കാണിക്കുന്ന, അതേ സമയത്ത് ഇളകാതെ വളരെ ശാന്തമായി അതിശീഘ്രം ശത്രുവിലേക്ക് ഗമിക്കുന്ന കുതിരക്ക് സാബിഹ എന്ന് പറയും. അപ്പോ ശത്രു സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശീഘ്രം മുന്നോട്ട് ഗമിക്കുന്ന, നീന്തുന്നത് പോലെയുള്ള കുതിരപ്പുറത്തായി സമുദ്രം സമാനമായ സൈന്യത്തെ നയിച്ചു കൊണ്ടുപോകുന്നു. ആ സമുദ്രം, ആ സൈന്യമാവുന്ന സമുദ്രം എങ്ങനെയുണ്ട്? യർമീ ബി മൗജിൻ, അതിങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു, തിരയടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. കരയിലേക്ക് കടലിങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായി അടിച്ചു കയറുന്ന തിരമാലക്ക് പറയാ തിര അടിക്കുക, എറിയാണ്. ആ പ്രയോഗമാണ് ഇവിടെ യർമീ ബി മൗജിൻ എന്നാണ്. ഈ സമുദ്രം, ഈ സൈന്യമാവുന്ന സമുദ്രം തിരമാലകളെ എടുത്തെറിയുന്നു. ഏത് തിരമാലകളാണ്? മിനൽ അബ്ത്വാലി മുൽത്തത്തിമീ, മഹാധീരന്മാരും ശക്തരുമായിരിക്കുന്ന വീരശൂര പോരാളികളാവുന്ന യോദ്ധാക്കൾ അത് തന്നെ കൂട്ടിമുട്ടും. മുത്തുനിറ തിങ്ങി നിറഞ്ഞ് പരസ്പരം ഒരതി കയറിക്കൊണ്ടിരിക്കുന്ന. സാധാരണ അങ്ങനെയാണ്. ഒരു തിര അത് കഴിഞ്ഞ് പോലും അതിന്റെ മുമ്പ് അതിന്റെ ബേക്കിൽ വേറെ ഒന്ന് വരും, അത് കഴിയൂല അതിന്റെ മുമ്പ് ബേക്കിൽ വേറെ ഒന്ന് വരും. അങ്ങനെ വരുന്ന മുൾത്തത്തിമ് ആണ് തിരമാല. പരസ്പരം കൂട്ടിയടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാല കണക്കെയുള്ള മഹാവീരന്മാരായ സഹാബാക്കളെ അത് ആ കടല്, സൈന്യമാവുന്ന കടൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള സഹാബത്താണ്? മിൻകുല്ലി മുന്തദിബിൻ ലില്ലാഹി മുത്തസിബി യസ്തൂബി മുസ്തസിലിൻ യസ്തൂബി മുസ്തസിലിൻ ലിൽ കുഫരി മുസ്തലിബി. ആ അബൂ താലിബ് എങ്ങനെയുള്ള വീരശൂര പരാക്രമികളായിരിക്കുന്ന മഹാവീരന്മാരായ പടയാളികളാണ്? മിൻകുല്ലി മുന്തദിബിൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചിറങ്ങിയവരാണ്. നദബഹു ഫന്തദബാനറി ഇൻഫിയാലൻ. നദബ പറഞ്ഞാൽ വിളിച്ചു, നുദ്ബ ചെയ്തു, ആ വിളിക്കുത്തരം ചെയ്തിറങ്ങിയ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുത്തരം ചെയ്തിറങ്ങിയവരായ മഹാന്മാരായ സ്വഹാബത്താൻ മുഅ്തസിബിൻ. അവർക്ക് ഭൗതികമായ യാതൊരു ലക്ഷ്യവുമില്ല. ഭൗതികമായ ഒരു ശത്രുവിനെ പകപോക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും തകർക്കലോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടമുണ്ടാക്കലോ യാതൊരു ലക്ഷ്യവും അവർക്കില്ല. മുഅ്തസിബിൻ,
അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നുള്ള വിളിക്കുത്തരം ചെയ്ത് ഇറങ്ങിയവരും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് ഭൗതികമായ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇഖ്ലാസോടുകൂടി പുറപ്പെട്ടവരുമാണ് ഈ മഹാവീരന്മാരായിരിക്കുന്ന യോദ്ധാക്കൾ. എന്താണ് അവരുടെ സ്വഭാവം? കുഫ്രിയത്തിനെ അടിയോടെ നിർമാർജനം ചെയ്യുന്ന നിലക്ക് അവര് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നു, ഒതുക്കുന്നു. കീഴടക്ക ശത്രുവിനെ പാടെ അടിയെ അസുരൻ തന്നെ മൊരടെ എടുത്ത് നശിപ്പിക്കുന്ന. അതിന്റെ മറ്റൊരർത്ഥം തന്നെയാണ് മുസ്തലിബ് എന്ന് പറയാൻ ഒന്നുകൂടി തെക്കീത് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ കുഫ്രിയത്തിനെ ലോകത്തിൽ നിന്ന് പറിച്ചു മാറ്റി പാടെ നിർമാർജനം ചെയ്യുന്ന നിലക്ക് അവര് ശത്രുവിനെ കീഴടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുകയും അവന്റെ പ്രതിഫലം മാത്രം കൊതിക്കുകയും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വിളിക്കുത്തരം ചെയ്യുകയും ചെയ്ത് കുഫ്രിയത്തിനെ നിർമാർജനം ചെയ്ത് നാമാവശേഷമാക്കുന്ന മഹാന്മാരായ ആ സ്വഹാബത്തിന്റെ ധീരമായ മുന്നേറ്റം അവസാനം ഹത്താ വദത്ത് മില്ലത്തുൽ ഇസ്ലാമി വഹിയ ബിഹിം മിൻ ബഅദി ഖുർബതിഹാ മൗസൂലത്തുർ റഹിമി. അതായത് ഈ യുദ്ധങ്ങളൊന്നും ലക്ഷ്യം വെച്ചിരുന്നത് ആരെയും സ്വസ്ഥമായി ജീവിക്കുന്നവരെ കടന്നാക്രമിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ച് വളരെ ശാന്തവും സത്യസന്ധവും സ്വസ്ഥവുമായി ജീവിക്കുന്ന മുസ്ലിങ്ങളെയും മുസ്ലിം രാഷ്ട്രത്തെയും ലോകത്തിൽ നിന്ന് നിർമാർജനം ചെയ്ത് നാമാവശേഷമാക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ, ഇടം വലം തിരിഞ്ഞു നോക്കാതെ ന്യായവും അന്യായവും അന്വേഷിക്കാതെ സത്യത്തിനെതിരിൽ പടപൊരുതി സത്യത്തിന്റെ വെളിച്ചം ഈ ലോകത്ത് നിന്ന് കെടുത്താൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ശത്രുവിഭാഗത്തെ സത്യത്തിന്റെയും നീതിയുടെയും സന്മാർഗത്തിന്റെയും കൈത്തിരിയുമായി ഈ ഇരുട്ടിന്റെ ശക്തികളെ നേരിടാൻ തുടങ്ങിയ മഹാന്മാരായ സഹാബത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവസ്ഥയെ ആകെ അവർ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. കാരണം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ മുന്നിൽ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ, സത്യത്തിന്റെ മുന്നിൽ അസത്യത്തിന് തലയുയർത്താൻ നിൽക്കാൻ കഴിയാത്തതുപോലെ, നീതിക്ക് മുന്നിൽ അനീതിക്ക് വിജയിക്കാൻ കഴിയാത്തതുപോലെ ശത്രുവ്യൂഹം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഇരുട്ട് പോയി വെളിച്ചമായി മാറുകയും, അനീതി പോയി നീതിയായി മാറുകയും, അക്രമം പോയി ന്യായമായി മാറുകയും ചെയ്തപ്പോൾ ഹത്താ ഓദത്ത് മില്ലത്തുൽ ഇസ്ലാമി, കണ്ടോ, ഇസ്ലാമാവുന്ന മഹത്തായ ആ പ്രസ്ഥാനമായി തീർന്നു. വഹിയ ബിഹിം, ആ സ്വഹാബാ കിറാമുകൾ കാരണം ആ മില്ലത്തുൽ ഇസ്ലാം മിൻ ബഅദി ഖുർബതിഹാ, ആരാലും സഹായിക്കാനില്ലാതെ ആരാലും പിന്തുണക്കാനില്ലാതെ നിന്ദനായി അവഗണിക്കപ്പെട്ടിരുന്ന ഘട്ടത്തിൽ നിന്നും മൗസൂലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കപ്പെട്ടതായി മാറി. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വെറുപ്പോടും അകൽച്ചയോടും നോക്കിയിരുന്ന, അങ്ങേയറ്റത്തെ നിന്ദതയോടുകൂടി അവജ്ഞയോടുകൂടി കണ്ടിരുന്ന പരിശുദ്ധ ദീൻ ഇസ്ലാമിന് ആ സത്യത്തിന്റെ വെളിച്ചം അവരെല്ലാവരും സർവാത്മനാ പുൽകി ആ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു കാലത്ത് സഹായിക്കാനില്ലാതെ ശ്രദ്ധിക്കാനില്ലാതെ അവഗണിക്കപ്പെട്ട് നിന്ദ്യമായൊരവസ്ഥയിൽ കണ്ടിരുന്ന അതേ ദീൻ ഇസ്ലാം സ്വന്തം കുടുംബം പോലെ, ഒരു കുടുംബത്തിലെ അംഗം പോലെ എല്ലാവരും അത് കയ്യേറ്റ് ആ വെളിച്ചം സ്വീകരിച്ചു. ആ നീതിയുടെ ആ സത്യത്തിന്റെ പാതയിലേക്ക് വന്ന് ഒക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ഏതാണ് മൗസൂലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കപ്പെട്ടവരായി കഴിഞ്ഞു വരാൻ ഒക്കെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സ്വകുടുംബം, വീട്ടിലെ അംഗങ്ങളെ പോലെ എല്ലാവരും പരസ്പരം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും നൂലിൽ കോർത്തിണക്കപ്പെട്ട് ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായി മാറി. മഖ്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബൈദിൻ വലം തൈതം വലം തൈമി. ആ മില്ലത്ത് മൗസൂലത്തുർ റഹ്മായതുപോലെ മാത്രമല്ല, മഖ്ഫൂലത്തൻ,
അബദ, അതിനെ സംരക്ഷിക്കപ്പെട്ടതുമായി, എന്നേക്കും സംരക്ഷിക്കപ്പെട്ടതായി. മിൻഹും, ആ സ്വഹാബാ കിറാമുകളിൽ നിന്നും, ബിഖൈരി അബി, ഏറ്റവും നല്ല ഉത്തമനായ ഒരു പിതാവിനാൽ സ്വന്തം മക്കള് എങ്ങനെ സംരക്ഷിക്കപ്പെടുമോ എന്നതുപോലെ പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ സ്വന്തം മക്കളെ പോലെ സംരക്ഷിച്ച് പിതാക്കളെ പോലെ സംരക്ഷണം കൊടുത്തു അവര്. മാത്രമല്ല ഖൈരി ബാരിൻ, ഒരു ഭർത്താവ്, ഏറ്റവും ഉത്തമനായ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ എങ്ങനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമോ എന്നതുപോലെ പ്രിയപ്പെട്ട പിതാവും പ്രിയതമനായ ഭർത്താവും ഒരു ഭാര്യയെ, സ്വന്തം മക്കളെ എങ്ങനെ സ്നേഹിച്ച് സഹായിച്ച് സംരക്ഷിക്കുമോ എന്നതുപോലെ പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ പിതാവിന് പിതൃതുല്യമായി, അതുപോലെ ഭർത്താവിന് തുല്യമായി സ്നേഹിച്ച് സംരക്ഷിച്ചു. അത് കാരണം ഫലം തൈത്തം, ഒരിക്കലും അനാഥത്വം ആ ദീനിന് ബഹുമാനപ്പെട്ട സഹാബാക്കൾക്കിടയിൽ സ്ഥാനമേ ഉണ്ടായത്, അനാഥത്വം ബാധിക്കുകയുണ്ടായില്ല. വലം തെയിമി, അതുപോലെ തന്നെ വൈദവ്യവും അനുഭവപ്പെടുകയുണ്ടായില്ല. നേരത്തെ പറഞ്ഞ കുടുംബമായി എന്നാ പറഞ്ഞ്, എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി ദീനും അവരുമായി എന്നതുപോലെ തന്നെ പിതാവിനെ പോലെ സംരക്ഷിക്കുന്നവരും ഭർത്താവിനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ നിരക്ക് ദീനിനെ സ്വന്തമാക്കി എല്ലാവരും കയ്യേറ്റു. ഫഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റഅ മിൻഹും ഫീ കുല്ലി മുസ്തദമി. ഹും, ഈ സഹാബാ കിറാമുകൾ, അൽ ജിബാലു, പർവ്വത സമാനരാണ്. പർവ്വത സമാനരാണെന്ന് പറഞ്ഞാൽ പർവ്വതത്തോട്, പണ്ട് ഒരു പഞ്ചുണ്ട്, കലം മലയോട് എതിർത്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. ശത്രുക്കളെ കേവലം മണ്ണുകൊണ്ട് നിർമ്മിച്ച കരത്തിനോട് ഉപമിക്കുകയും ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ പർവ്വതത്തോട് ഉപമിക്കുക. പർവ്വതത്തോട് ഏറ്റുമുട്ടിയാൽ കലം പൊളിയല്ലാതെ മല പൊളിയില്ലല്ലോ എന്നതുപോലെ ഒരുത്തനാലും തകർക്കപ്പെടാത്ത, തലയുയർത്തി നിൽക്കുന്ന മഹാശക്തമായ വലിയ പർവ്വതങ്ങൾക്ക് സമാനരായിരുന്നു ആ സഹാബാക്കൾ. വേണമെങ്കിൽ വസല്ലൻഹും, ആ സഹാബാക്കളുടെ അവസ്ഥയെക്കുറിച്ച് നീ അന്വേഷിച്ചു നോക്കൂ. മുസാദിമഹും, അവരുമായി ഏറ്റുമുട്ടിയവരോട്, പലരും അവരോട് ഏറ്റുമുട്ടിയല്ലോ. ബദറിലും മുഹദിലും ഹുനൈനിലും ഖന്തഖിലും ഒക്കെ അവരുമായി ഏറ്റുമുട്ടിയ ആ ഏറ്റുമുട്ടിയവരോട് ചോദിച്ചു നോക്കൂ. മാദാ റഅ മിൻഹും, എന്തായിരുന്നു ആ സഹാബാ കിറാമുകളിൽ നിന്നും അവർ നേരിട്ടത്. ഫീ കുല്ലി മുസ്തദമി, എല്ലാ ഏറ്റുമുട്ടുന്ന യുദ്ധരംഗങ്ങളിലും എങ്ങനെ ഉണ്ടായിരുന്നു, പർവ്വത സമാനരല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തലകുലുക്കി പറയും, അതെ, പർവ്വതത്തോട് ഏറ്റുമുട്ടുന്നത് പോലെ അത്രയും ശക്തരും മനോദാർഢ്യമുള്ളവരും കരുത്തന്മാരുമായിരുന്നു. അവരെ പരാജയപ്പെടുത്താനോ അവരെ കീഴ്ടുക്കാനോ അവരെ മുന്നിൽ വിജയിച്ചു കയറാനോ ഒരിക്കലും സാധ്യമായിരുന്നില്ല എന്ന് അവര് നിങ്ങളോട് പറയും. ശത്രുവാണെങ്കിൽ പോലും അനുഭവ സത്യത്തെ നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ പർവ്വത സമാനരായിരുന്നു. അത്ര വലിയ ഹിമ്മത്തിന്റെ ഉടമകളാണ്, അത്രയും തലയുയർത്തി നിൽക്കുന്നവരാണ്, അത്രയും ശക്തന്മാരാണ്. വെറുതെ പറയല്ല. അവരുമായി ഏറ്റുമുട്ടിയ വസൽ അൻഹും മുസാദിമഹും, അവരുമായി ഏറ്റുമുട്ടിയ ശത്രുക്കളോട് അവരെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. എന്താ അന്വേഷിക്കേണ്ടത്? മാദാ ലഖിയ മിൻഹും, ഈ ഏറ്റുമുട്ടിയ സമയത്ത് ആ സഹാബാക്കളിൽ നിന്നിട്ട് എന്തായിരുന്നു അവരഭിമുഖീകരിച്ചത്, അവർ കണ്ടത്. ഫീ കുല്ലി മുസ്തദമി, ഈ ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്തായിരുന്നു അവരിൽ നിന്ന് അനുഭവിച്ചതെന്ന് ചോദിച്ചു നോക്കൂ. എന്നാൽ അറിയാം അവസ്ഥ. ഇനി വേണ്ട, തുറന്ന് ഞാൻ പറഞ്ഞുതരാം. വസൽ ഹുനൈനൻ വസൽ ബദറൻ വസൽ ഉഹുദ ഹസൂലഹത് ഫില്ലഹും അദ്ഹാ മിനൽ വഹമി. വസൽ, നീ ചോദിച്ചു നോക്ക്. ആദ്യം മൊത്തത്തിൽ പറഞ്ഞു, ഇനി ചില സ്ഥലങ്ങൾ പറയാം. വസൽ ഹുനൈനൻ, ഹുനൈനിന്റെ താഴ്വരയോട് ചോദിച്ചു നോക്കൂ. അതൊരു രംഗാര പ്രയോഗമായിട്ട് വെക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഹുനൈനിൽ പടപൊരുതിയ ശത്രുക്കളോട് ചോദിച്ചു നോക്കൂ. രണ്ടർത്ഥം വെക്കും. അഹില ഹുനൈനിന്ന് മുളാഫ് സങ്കല്പിച്ചിട്ടും വെക്കാം. ഞാൻ അല്ലാതെ അങ്ങനെ മുബാലകത്തിന് വേണ്ടി അങ്ങനെ പറയാം. വസൽ ഹുനൈനൻ, ഹുനൈൻ താഴ്വരയോട് ചോദിച്ചു നോക്കൂ. ആ താഴ്വര നിന്നോട് സംസാരിക്കും. അതല്ലെങ്കിൽ വസൽ ഹുനൈനൻ, ഹുനൈനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സഖീഫ് ഹവാസിൻ ഗോത്രക്കാര്, അവരോട് ചോദിച്ചു നോക്കൂ. വേണ്ട, വസൽ ബദറൻ,
അതുപോലെ തന്നെ ബദറിന്റെ രണാങ്കണത്തിനോട് ചോദിച്ചു നോക്കൂ, അവ നിന്നോട് സംസാരിക്കും. അല്ലെങ്കിൽ ബദറിൽ സ്വഹാബാക്കളുമായി ഏറ്റുമുട്ടിയ ഖുറൈശികളോട് ചോദിച്ചു നോക്കൂ. വസൽ ഉഹുദ, അതുപോലെ തന്നെ ഉഹുദിൽ ആ താഴ്വരയോട് ചോദിക്കൂ, അത് നിങ്ങളോട് പറയും. അതല്ലെങ്കിൽ ആ ഉഹുദിൽ രണാങ്കണത്തിൽ മുസ്ലിങ്ങളുമായി പടപൊരുതിയ ശത്രുക്കളോട് ചോദിച്ചു നോക്കൂ. എന്താ ഫുസൂലു ഹത്ഫില്ലഹും, ഇതൊക്കെയും അവരുടെ മരണത്തിന്റെ ഫസലുകളായിരുന്നു. സീസൺ, അതായത് ഒരു കൊല്ലത്തിന് 4 ഫസലാണല്ലോ. അതിൽപ്പെട്ട ഈ ഫസല് യുദ്ധത്തിന്റെ മരണത്തിന്റെ ഫസലായിരുന്നു അവർക്കത്. അദ്ഹാമിനൽ മഹമീ, മഹാവ്യാധി ബാധിച്ചിട്ട് മരിക്കുന്നതിനേക്കാൾ അങ്ങേയറ്റത്തെ മരണം വിതച്ച കാലഘട്ടങ്ങളായിരുന്നു ഈ ഹുനൈൻ, ബദർ, ഉഹദ് എന്നീ യുദ്ധം നടന്ന സന്ദർഭങ്ങൾ. വഹ്മ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഇതുണ്ടല്ലോ വബാരോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളെ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ഛർദി, വയറ്റുനോക്ക് പോലെയുള്ള, അതല്ലെങ്കിൽ വസൂരി രോഗം പോലെയുള്ള മഹാവ്യാധി രോഗങ്ങളെ കൊണ്ട് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഈ മഹാവ്യാധികളെ കൊണ്ട് മരണപ്പെട്ടു പോകുന്നതിനേക്കാളും ഭീകരമായി ഈ ഉഹദും ബദറും ഹുനൈനുമൊക്കെ അവർക്ക് മരണത്തിന്റെ സന്ദർഭങ്ങളായി മാറിയത്. അവ സംസാരിക്കും, അല്ലെങ്കിൽ അവർ സംസാരിക്കും, രണ്ടും ഒക്കെയാണ്. പക്ഷെ അവ സംസാരിക്കും എന്നതാണ് കുറെ കൂടി മുബാലഗത്ത്. ഹുനൈനിനോട് ചോദിച്ചു നോക്കൂ, അവർക്ക് മരണത്തിന്റെ സന്ദർഭം ഒരുക്കി കൊടുത്തതിനെ സംബന്ധിച്ച്. ബദറിനോട് ചോദിച്ചു നോക്കൂ, ഉഹദിനോട് ചോദിച്ചു നോക്കൂ. മഹാവ്യാധി പിടിപെട്ട് മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോകുന്ന മഹാവ്യാധിയുടെ കാലഘട്ടത്തെക്കാളും ഗുരുതരമായ ഭയാനകമായ മരണം സമ്മാനിച്ച സന്ദർഭങ്ങളായിരുന്നു അത് ശത്രുക്കൾക്ക്. അൽ മുസ്തിരിൽ ബീലിഹും വംബദമാ വറദത് മിനൽ ഇദാ കുല്ല മുസ്വദ്ദിൻ മിനൽ ലിമമി. അൽ മുസ്തിരിൽ ബീലി, നല്ല വെളുത്ത് തിളങ്ങുന്ന വാളുകളെ തിരിച്ചു കൊണ്ടുപോയാലായിരുന്നു ആ സഹാബത്ത്. എങ്ങനെ? ഹുംറൻ, ചുവന്നതായിട്ട് നല്ല വെളുത്ത് തിളങ്ങുന്ന വാളുകൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ചുമപ്പാക്കി മാറ്റി. ബഅദമാ വറദത്ത് മിനൽ ഇദ്ദ, ശത്രുക്കളിൽ നിന്നും അവ ദാഹം മാറ്റിയതിനു ശേഷം. എന്നല്ല, ഈ നല്ല മൂർച്ചയേറിയ തിളങ്ങുന്ന വാളുകളെ ദാഹിച്ചു വരഞ്ഞ് വെള്ളം കുടിക്കാൻ വരുന്ന ഒരാളുടെ ഓളോട് ഉപമിച്ചിട്ട് ആ വെളുത്ത് തിളങ്ങുന്ന വാളുകൾ ശത്രുക്കളുടെ രക്തം കുടിച്ചിട്ട് ദാഹം മാറ്റിയിട്ട് അത് ചുവപ്പ് നിറമായിരിക്കും. എന്ത് ശത്രുക്കള്? കുല്ല മുസ്വദ്ദിൻ മിനൽ ലിമമി, ചുമരോളം ഇറങ്ങി നിൽക്കുന്ന കറുത്തിരുണ്ട മുടി. ആ മുടിയുള്ള ശത്രുക്കള് എന്ന് പറഞ്ഞാൽ നല്ല യുവാക്കളും ആരോഗ്യവാന്മാരുമായിരിക്കുന്ന ശത്രുക്കൾ. അതാ ലിമമ്. ഈ മുടി നീട്ടുന്നതിന് ലിമ്മ, ജമ്മ, വഫ്ര എന്നൊക്കെ പറയും. കാതിന്റെ കുന്നിയോളം എത്തി അല്പം കീപ്പോട്ടിറങ്ങി ചുമരിൽ തട്ടാൻ അടുത്താവുമ്പോഴാണ് ലിമ്മത്ത് എന്ന് പറയാം. സാധാരണ ചെറുപ്പക്കാരായ ആളുകൾ നന്നായി മുടി വളർത്തി പേക്കിലോട്ട് ചെയ്യി വെച്ചിട്ട് കഴുത്തോളം എത്തി നിൽക്കുന്ന മുടിയുള്ള, നല്ല കറുത്തിരുണ്ട മുടിയുള്ള നല്ല ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരായ ആളുകൾ. അങ്ങനെ ശത്രുക്കളിൽ നിന്നും, നല്ല ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരായിരുന്ന ശത്രുക്കളിൽ നിന്നും ഈ വെളുത്ത് തിളങ്ങുന്ന വാളുകൾ ദാഹം ശമിപ്പിച്ചിട്ട് ചുമപ്പായി മാറിക്കഴിഞ്ഞു. വൽകാതിബീന ബിസുംലിൽ ഖത്തി മാ തറക്കത്ത് അഖ്ലാമുഹും ഹർഫ ജിസ്മിൻ ഗൈറ മുൻഅജിമി. മാത്രമല്ല, ഈ സഹാബത്ത് വൽകാതിബീന, അവർ എഴുതുന്നവരെ പോലെയുമാണ് സഹാബത്ത്. ഒക്കെ ഉപമ അലങ്കാര പ്രയോഗങ്ങളാണ്. എന്തുകൊണ്ട്? ബിസുംലിൽ ഖത്തി, നല്ല ഖത്ത് പ്രദേശത്ത് വിൽക്കപ്പെടുന്ന ഇന്ത്യൻ നിർമ്മിതമായ കുന്തങ്ങളെ കൊണ്ട്. ഹത്ത് എന്ന് പറഞ്ഞാൽ എഴുത്തിന് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് ഹത്ത് എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്ത് നിൽക്കുന്ന യമാമയിലുള്ള ഒരു സ്ഥലത്ര ഈ ഹത്ത് എന്ന് പറയുന്നത്. ഹത്ത് ഹജർ എന്ന് പറയും. ഈ ഹജറിലേക്ക് ഇന്ത്യയിൽ നിന്നിട്ട് ഏറ്റവും നല്ല മേത്തരം
കുന്തങ്ങളും വാളുകളും ഇറക്കുമതി ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഹജറിൽ നിന്ന് വിൽക്കപ്പെടുന്ന ഇന്ത്യൻ നിർമ്മിത കുന്തങ്ങളായിരുന്നു അറേബ്യയിൽ ലഭിച്ചിരുന്ന ഏറ്റവും മുന്തിയ കുന്തങ്ങൾ. വാളും അങ്ങനെ തന്നെ ഇന്ത്യൻ നിർമ്മിത വാളുകളായിരുന്നു അന്ന് അറബികൾക്ക് ലഭിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും മുന്തിയ മേത്തരം വാളുകൾ. അപ്പോ ഈ ഹജറിന്റെ ഹത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് ഇന്ത്യൻ നിർമ്മിതമായ കുന്തങ്ങൾ വിൽക്കപ്പെടുന്ന അങ്ങനെയുള്ള കുന്തങ്ങളെ കൊണ്ട് എഴുതുന്നവരായിരുന്നു. മാതറക്കത്ത് ഇവരുടെ ഈ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. മാതറക്കത്ത് അക്കലാമുഹും അവരുടെ പേനകളെപ്പോലെ, എഴുത്തുകാരന്റെ പേനകളെപ്പോലെ ഈ ഹത്ത് പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കുന്തങ്ങളെ കൊണ്ട് എഴുതുന്ന ഈ സ്വഹാബത്ത് അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ല. ഹർഫ ജിസ്മിൻ, കാഫിരീങ്ങളായ ആളുകളുടെ ശരീരമാവുന്ന അക്ഷരങ്ങളെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളെയും ഉപേക്ഷിച്ചിട്ടില്ല. വൈറമുൻ അജ്മി, പുള്ളിയിടാതെ, പുള്ളി വേണ്ടയിടത്ത് ഉദ്ദേശിച്ചതനുസരിച്ച് പുള്ളിയിടുന്ന, അതായത് ഇപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഒരു എഴുത്തുകാരൻ തന്റെ കയ്യിൽ പേന പിടിച്ചുകൊണ്ട് അക്ഷരങ്ങൾ എഴുതിയിൽപ്പെട്ട ആ അക്ഷരങ്ങൾക്ക് ആവശ്യമായ പുള്ളികൾ കൊടുക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടുകൂടി അവരുടെ കയ്യിൽ യുദ്ധായുധങ്ങൾ ഉപയോഗിക്കുകയും ആ ആയുധം കൊണ്ട് ശത്രുവിനെ ഉദ്ദേശിച്ചിടത്തൊക്കെ ഉദ്ദേശിച്ചതുപോലെ ഉപയോഗിക്കുകയും ചെയ്തതിനാണ് എഴുത്തുകാരൻ അക്ഷരങ്ങൾക്ക് പുള്ളിയിടുന്നതിനോട് ഉപമിച്ചത്. എന്ന് പറഞ്ഞാൽ അവര് വളരെ ഭാരിച്ചതും അപകടകരവുമായിരിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സഹാബാ കിറാമിന് അവരുടെ കയ്യിൽ, ഒരു എഴുത്തുകാരന്റെ കയ്യിലെ പേന പോലെ അത്രയും ലാഘവത്തോടുകൂടി ഉപയോഗിക്കാൻ മാത്രം പരിചയസമ്പന്നനായിരുന്നു. എന്നിട്ട് ശത്രുവിന്റെ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകളെ എഴുത്തുകാരൻ അക്ഷരങ്ങൾക്ക് കൊടുത്ത പുള്ളികളോട് ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാത്തിബീന, സഹാബത്ത് എഴുതുന്നവരായിരുന്നു. ബിസുമുരിൽ ഹത്തി, ഹത്ത് നിർമ്മിതമായ ചവളങ്ങളെ കൊണ്ടിട്ട് അവര് ശത്രുവിന്റെ ശരീരത്തിൽ എഴുതുന്നവരായിരുന്നു. ആ എഴുത്ത് എങ്ങനെ തറക്കത്ത് അക്ലാമുഹും, ഈ പേന പോലെയുള്ളവരുടെ കയ്യിൽ പിടിച്ചിരുന്ന ഈ ആയുധം ഉപേക്ഷിച്ചിട്ടില്ല. ഹർഫ ജസ്മിൻ, ശത്രുവിന്റെ ശരീരമാവുന്ന ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തെയും ഉപേക്ഷിച്ചിട്ടില്ല. ഓയറമുൻ അജ്മി, പുള്ളിയിടാതെ, പുള്ളി വേണ്ടയിടത്ത് മുഴുവനും പുള്ളി ഇട്ടുകൊണ്ടല്ലാതെ, അഥവാ ശത്രുക്കളുടെ ശരീരഭാഗത്ത് എവിടെ മുറിവേൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാലും അനായാസം സാധിക്കുമാർ അത്രയും വിദഗ്ധന്മാരായിരുന്നു അവർ. പോയാൽ ഇനിയും സാഹബത്തിന്റെ ആയുധ പ്രയോഗങ്ങളെ പറ്റി മറ്റുമൊക്കെ പരിചയപ്പെടുത്തണം. ഒന്നായിട്ട് അങ്ങനെ ഓതിപ്പോയാലൊരു രസവും കിട്ടൂല. ഇന്നലെ ഓതിയിട്ടില്ലല്ലോ, ഇതുകൊണ്ട് ഓതാ, അങ്ങനെ നീട്ടിയിരുത്താൻ വയ്യത്. ഷാക്കിസിലാഹി, ആ സ്വഹാബാക്കിറാബുകൾ ആയുധങ്ങൾ നിറഞ്ഞവരാണ്. ഷാക്കിസിലാഹി എന്ന് പറഞ്ഞാൽ എല്ലാവിധ അന്ന് ലഭ്യമായിരുന്ന യുദ്ധായുധങ്ങൾ കൊണ്ട് മുഴുവനും ആയുധം ധരിച്ചവരായിരുന്നു. ലഹും സീമ, അവർക്ക് ചില പ്രത്യേക അടയാളങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനത്തെ അടയാളങ്ങളാണ്? സുമയ്യുസുഹും, ആ അടയാളങ്ങൾ ആ സ്വഹാബാക്കിറാമുകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന നിലക്കുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആനിലൊക്കെ അല്ലാഹു തആല പറഞ്ഞ സീമാഉം ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറഞ്ഞതുപോലെ ആ സ്വഹാബാക്കിറാമുകൾ ആയുധപൂർണരായവരാണ്. എല്ലാവിധ ആയുധങ്ങളും ഉള്ളതോടുകൂടി അവർക്ക് മറ്റുള്ളവരിൽ നിന്നിട്ടും അവരെ വേർതിരിക്കുന്ന വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ വൽ വർദു, പനനീർച്ചെടി, യംതാസു, അത് വേർതിരിയുന്നത് പോലെ ബിസ്സീമ, അതിന്റെ പ്രത്യേക അടയാളം കൊണ്ട് അനിസലമി, എലന്തമരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പനനീർച്ചെടിക്കും മുള്ളുണ്ട്, എലന്തമരത്തിനും മുള്ളുണ്ട്. മുള്ളുവൃക്ഷം എന്ന നിലക്ക് പനനീർച്ചെടിയും എലന്തമരവും തുല്യമാണെങ്കിലും പനനീർച്ചെടിക്ക് അതിന്റെ പൂക്കളുടെ സൗരഭ്യവും അതിന്റെ സൗന്ദര്യവും അതിൻ്റെതായ പ്രത്യേക ആ നനുനനുത്ത ലോലമായ അവസ്ഥയും, അതുകൊണ്ട് ഈ എലന്തമരത്തിന്റെ പൂവിൽ നിന്നും വർണ്ണം കൊണ്ടും സൗരഭ്യം കൊണ്ടും സ്പർശനസുഖം കൊണ്ടും ഒക്കെ വേർതിരിയുന്നത് പോലെ സ്വഹാബാക്കിറാമുകളെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. നിന്നിലേക്ക്
അയക്കുന്നു, ഹദിയായിട്ട് കൊടുത്തയക്കുന്നു എന്നർത്ഥം. റിയാഹുൻ നസ്രി, മഹത്തായ വിജയത്തിന്റെ ഇളം കാറ്റുകൾ. എന്തിനെ? നസ്റഹും, അവരുടെ ആ സുഗന്ധത്തെ. മഹാന്മാരായ സ്വഹാബാ കിറാമുകളുടെ സുഗന്ധപൂരിതമായ വാർത്ത, വിജയവാർത്തയാവുന്ന ആ കാറ്റ് നിന്നിലേക്ക് ഹദിയയാക്കി എത്തിച്ചു തരുന്നു. ബദറിലും ഉഹദിലും എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാ കിറാമുകളും നയിച്ച ആ സത്യസന്ധവും സൽഗുണ സമ്പൂർണവുമായിരിക്കുന്ന ആ ജിഹാദിന്റെ രംഗത്ത് ലോകത്തിന് അവര് നയിച്ച ആ സത്യത്തിന്റെ പോരാട്ടത്തിന്റെ വിജയഗാഥകൾ അങ്ങേയറ്റത്തെ സൗരഭ്യം, പനിനീർ പൂവിന്റെ സൗരഭ്യം പോലെ അവരുടേതായ ആ സൗരഭ്യം നിന്നിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നിനക്ക് തോന്നും ഫിൽ അക്മാമി എന്ന മുട്ട്, പൂവ് വിരിയാതെ അതിന്റെ മുട്ടിന്റെ ഈ അതിന് എന്താ പറയാ, ഈ പൂ വിരിയുന്നതിന്റെ മുമ്പ് ആ മുട്ടുണ്ടാകുന്ന അതിന്റെ പുറത്തുണ്ടാകുന്നല്ലോ, സാധാരണ പൂവുണ്ടാകുന്ന പൂമ്പാള എന്ന് പറയാം. ആ പൂമ്പാളന്റെ ഉള്ളിലിരിക്കുന്ന വിരിയാത്ത പൂമുട്ട് പോലെ കുല്ലകബി, ഈ ആയുധം കൊണ്ട് നിറഞ്ഞ സഹാബാ കിറാമുകളെ, ആയുധപാണീയരായ, ആയുധം കൊണ്ട് മറഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ആയുധം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സഹാബത്തിന്റെ വിജയത്തിന്റെ സൗരഭ്യം പുറത്തു വരുമ്പോൾ മുട്ടിൽ നിന്നിട്ട് വിരിയാൻ തുടങ്ങുന്ന പൂക്കളാണോ അവർ എന്ന് തോന്നും. എന്നാൽ ഈ പുറത്തു ചുറ്റുമുള്ള ഈ ആയുധത്തെ, ആയുധം കൊണ്ട് നിറഞ്ഞതിനെ ഒരു മുട്ടിന്റെ ആ പൂ പുറത്തു വരുന്നതിന് മുമ്പുള്ള അതിന്റെ തൊലി ഉണ്ടല്ലോ, ആ തൊലി കൊണ്ട് മറഞ്ഞ ഒരു പൂമുട്ടിനോട് ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളെ ഉപമിക്കാം. കഅന്നഹും ഫീ ളുഹൂരിൽ ഖൈലി നബ്തുറുബ, കഅന്നഹും, ഈ സഹാബത്ത് ആയതുപോലെ ഫീ ളുഹൂരിൽ ഖൈലി, പടക്കുതിരകളുടെ പുറത്തേറിയ സമയത്ത് നബ്തുറുബ, കുന്നിൻ മുകളിലുള്ള സസ്യങ്ങളെ പോലെയുണ്ട്. കുന്നിൻ മുകളിലുള്ള സസ്യങ്ങൾക്ക് എന്താ, അതിന് കൂടുതൽ കൗതുകം, നല്ല തെളിച്ചം, നല്ല വളർച്ച, നല്ല ശക്തി ഉണ്ടാവും. കാരണം എന്താ, ആഴത്തിൽ വെള്ളം തേടിയിട്ട് വേരുകൾ ആഴത്തിലേക്ക് ആണ്ടി ഇറങ്ങിയിരിക്കും കുന്നിന്റെ മുകളിലെ സസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന് ഉറപ്പും ശക്തിയും കൂടും. അതുകൊണ്ട് കഅന്നഹും ഫീ ളുഹൂരിൽ ഖൈലി, കുതിരപ്പുറത്ത് ആ ബഹുമാനപ്പെട്ട സഹാബത്ത് ആണെന്ന് തോന്നുന്നു. നബ്തുറുബ, കുന്നിൻ മുകളിലുള്ള സസ്യങ്ങളെ, ചെടികളെ, മരങ്ങളെ ഒക്കെ പോലെ ഉണ്ട്. മിൻ ശിദ്ദത്തിൽ ഹസ്മി, അവരുടെ മനോദാർഢ്യത്തിന്റെ ശക്തി കാരണം എന്ത് പ്രതിസന്ധി തന്നെ ഉണ്ടായാലും ഇളകാതെ ഉറച്ചു നിൽക്കുന്ന അവരുടെ ആ മനോദാർഢ്യം കണ്ടാൽ കുന്നിൻ പുറത്ത് മരങ്ങളെപ്പോലെ ശക്തമായി തോന്നും. എന്തുകൊണ്ടല്ല, അവരുടെ മനോദാർഢ്യതയുടെ ശക്തി കൊണ്ടാണ്, ശിദ്ദത്തുൽ ഹസ്മ കൊണ്ടാണ്. എന്തുകൊണ്ടല്ല, ലാ മിൻ ശദ്ദത്തിൽ ഹുസുമി, അഥവാ കുതിരയുടെ ജീനി കെട്ടാൻ ഉപയോഗിക്കുന്ന ബെൽറ്റുമായി കൂട്ടിക്കെട്ടിയത് കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഇളകാതെ കുതിരപ്പുറത്ത് ഉറച്ചിങ്ങനെ നിൽക്കുന്ന രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് നല്ല ശക്തമായ മനോദാർഢ്യം കൊണ്ട് എന്ത് ശത്രു തന്നെ വന്നാലും ഇളകാത്ത മനക്കരുത്ത് കൊണ്ടുള്ള ഉറപ്പാണ്. വേറൊന്നുണ്ട്, വീഴാതെക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കൊണ്ടിട്ട് ജീനിമക്ക് കൂട്ടിക്കെട്ടുന്നു, അങ്ങനെ ഉണ്ടായാലും ഇവിടെ അങ്ങനെയല്ല. അത് ഏത് ഭീരുവിനും സാധിക്കും. ഭീരുക്കളായ ആളുകൾ അവരെ കുതിരപ്പുറത്തുനിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെയും കൂട്ടി ബന്ധിച്ചിട്ടുള്ള ബെൽറ്റ് കൊണ്ട് ഈ ജീനിമക്ക് കെട്ടും. അങ്ങനെയല്ല സഹാബത്ത്, മറിച്ച് അവരുടെ മനോദാർഢ്യ മനക്കരുത്ത് കാരണം കുന്നിൻ പുറത്തിലുള്ള വൃക്ഷങ്ങളെപ്പോലെ അത്രയും ഉറച്ചതായിട്ട് തോന്നും. ശത്രുക്കളുടെ ഹൃദയങ്ങളെല്ലാം ആകെ ഇളകി മറിഞ്ഞു. പറന്നു എന്നാ വാക്കിന്റെ അർത്ഥം, അതായത് ഇളകി മറിഞ്ഞു, ആകെ പ്രകമ്പനം കൊണ്ടു. മിംബഇസിഹിം, ഈ സഹാബാക്കളുടെ ഈ ശക്തമായ മുന്നേറ്റം കൊണ്ട്, അവരുടെ കഠിനമായ മഹാശക്തി കൊണ്ട്. ഫറഖൻ, പേടി, ഭയത്ത കാരണം അവരുടെ ഹൃദയങ്ങൾ ആകെ ഇളകി മറിഞ്ഞു.
ഒന്നും തിരിയാത്തൊരവസ്ഥ മനസ്സിന്. അതുകൊണ്ട് ഫമാ തുഫരിഖു, അവർക്ക് വേർതിരിച്ച് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ബൈനൽ ബഹ്മി വൽ ബുഹമി, ബൈനൽ ബഹ്മി ആട്ടിൻപറ്റത്തിന്റെയും വൽ ബുഹമി ധീരന്മാരായ യോദ്ധാക്കളുടെയും ഇടയിൽ. നല്ല ധീരരായ കുതിരപ്പടയാളികളോ പാവപ്പെട്ട ആട്ടിൻപറ്റവും തമ്മിൽ വേർതിരിച്ചറിയാതായി പറഞ്ഞാൽ, അതായത് ദൂരെ നിന്ന് വലിയ ആട്ടിൻകൂട്ടങ്ങൾ, വെളുത്ത ആട്ടിൻകൂട്ടങ്ങൾ ഒന്നായിട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ സൈന്യം വരികയാണ് എന്ന് പേടിച്ച് ഓടുക. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. പേടി കാരണം സഹാബാക്കിറാമുകളുടെ ശക്തമായ മുന്നേറ്റത്തിൽ പേടിച്ച് വിറച്ച് ഹൃദയം മുഴുവനും കിടിലം കൊണ്ടത് കാരണം ആട്ടിൻപറ്റവോ അതുപോലെ തന്നെ കുതിരപ്പടയാളികളെയോ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലിയ ഭയം അവരെ കീഴടക്കിയിരുന്നു. ഇനി ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനം അവർക്കും ഇത്ര മഹത്വമൊക്കെ വരാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുസ്രത്താണ്. അത് ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. പിന്നെ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാതെ വേഗം നിർത്തണം എന്നതുകൊണ്ടാണ്. ഇതിനൊക്കെ പശ്ചാത്തലങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അടുത്ത കാലത്തൊന്നും തീരൂല. പിന്നെ അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളും ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഭാഗത്തെ ഓതി തീർത്തു പോയത്. ഇനി കുറച്ച് ബെയ്ത്തും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് തീർക്കണമെന്ന് ഉദ്ദേശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ അത് സാധിപ്പിച്ചു തരുമാറാകട്ടെ. കാമ്പടി ഉസ്താദ് ബെയ്ത്തൊന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യോത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഉസ്താദിന് മൈക്ക് മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. وشكوت إليه ذنوبي فاستغفر لي محبوبي. وشكوت إليه ذنوبي فاستغفر لي محبوبي. ورجعت بدون عيوب من عند رسول الله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. يا رسول الله أجرنا، يا حبيب الله أغثنا. يا رسول الله أجرنا، يا حبيب الله أغثنا. يا رسول الله مجيري الغوث رسول الله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلي على എന്നൊന്ന് വിവരിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ ഇസ്രായിന്റെ യാത്ര എടുത്തിട്ട് ആ മൃഗത്തെ പറ്റി ഒരു അക്ഷരയുടെ പറഞ്ഞിട്ടില്ല. ഇനി പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ നാട്ടിലൊക്കെ ഈ ബുറാക്കിന്റെ ഒരു പോട്ടമായി വീട്ടിലൊക്കെ വെക്കാറുണ്ട് സാധാരണ. അത് ഒരു യഥാർത്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുറാക്ക് തന്നെയാണോ അല്ല പണ്ട് ഡെൻമാർക്കില് ഡാനിഷ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാർട്ടൂൺ വരച്ചത് പോലെയാണോ എന്നറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും.
ബുറാഖിനെ പറ്റി ചില വിശേഷങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അതിന്റെ ഒരു ചിത്രം യഥാർത്ഥത്തിൽ എവിടെയും ഇല്ല. കലണ്ടറിലൊക്കെ കാണുന്നത് ഏതോ ചിത്രകാരന്റെ സ്വപ്നലോകത്തിൽ നിന്ന് ഊഹിച്ചെടുത്ത ഒരു കൃത്രിമ രൂപമാണ്. ഒരു പെണ്ണിന്റെ മുഖവും അതുപോലെ തന്നെ ഒരു കുതിരന്റെ ശരീരവും അതുപോലെ ആടിന്റെ വാലും പിന്നെ ഏതൊരു പക്ഷിന്റെ ചിറകും ഒക്കെ അവിടെ വെച്ചിട്ട് ആരോ സ്വപ്നലോകത്തിൽ നിന്നിട്ട് ഊഹിച്ചെടുത്ത ഒരു ചിത്രമാണത്. അത് യഥാർത്ഥ ബുറാഖിന്റെ ചിത്രമല്ല. യഥാർത്ഥ ബുറാഖിനോ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഒന്നും യഥാർത്ഥ ചിത്രം ഇല്ല, അത് ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ആ കാണുന്ന കലണ്ടറിൽ കാണുന്ന ചിത്രം ബുറാഖാണെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. ബുറാഖിനെ സംബന്ധിച്ച് സാധാരണ കുതിരയെക്കാളും അല്പം സൗകര്യപ്രദമായ തട്ടുകുതിരയുടെ ഏകദേശം രൂപത്തിലുള്ള എന്നാൽ കണ്ണെത്തുന്ന ദൂരത്ത് കാലുവെക്കുന്ന ഒരു പ്രത്യേക മൃഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. വെയ്ത്തിന് പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. സറൈത മിൻ ഹറമിൻ ഇലാ ഹറമി എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് ഏത് വാഹനപ്പുറത്താണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെയല്ല, അത് സുപരിചിതമായതുകൊണ്ട് മേറാജ് സംഭവങ്ങളൊക്കെ സാധാരണ വഅദിന്റെ സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ കൊല്ലത്തിൽ മേറാജ് അനുസ്മരണ ദിവസങ്ങളിലൊക്കെ വിശദമായി ഉസ്താദന്മാര് പറയുന്നതായതുകൊണ്ടും കവി അത് പ്രത്യേകം എടുത്ത് വിവരിക്കാത്തത് കൊണ്ടും നമ്മളതിനെ വിശദീകരണത്തിലേക്ക് കടക്കാതെ എന്നതാണ്. കാരണം വല്ലാതെ വിശദീകരണം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വിഷയം പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്. കാരണം റബീഉൽ അവ്വലിൽ പറയേണ്ടതാണ്, അത് റബീഉൽ അവ്വലിൽ തീർക്കേണ്ടതായിരുന്നു. അതേതായാലും നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ കഴിയുന്നത്ര കുറക്കുക എന്നുള്ള നിലക്ക് കുതിരക്ക് ചിറക് ഉണ്ടായ അതൊക്കെ കുതിര മാത്രമല്ല, അതിന്റെ മുഖം കണ്ടിട്ട് ഞങ്ങൾ ഒരു പെണ്ണിന്റെ മോഡലിലാണ് മുഖം. ഇങ്ങനെ പലതും ഉണ്ടാവും, അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ ആരോ ചിത്രകാരന്മാരുടെ ഊഹത്തിൽ നിന്നിട്ടുണ്ടാക്കിയ രൂപമാണ്, അങ്ങനെയൊന്നും അല്ല. എന്നാൽ കുതിരയേക്കാൾ അല്പം വ്യത്യാസമുള്ള അതിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞത് കണ്ണ് എത്തുന്ന ദൂരത്ത് കാല് വെക്കുന്ന, പറക്കുന്നല്ല പറഞ്ഞത്. പറക്കണമെങ്കിൽ ഇപ്പൊ ചിറക് വേണ്ട, കണ്ണെത്തുന്ന ദൂരത്തേക്ക് അവയുടെ കാലെത്തുമായിരുന്നു. അങ്ങനെ അസാധാരണ സഞ്ചാര സ്പീഡുള്ള ഒരു മൃഗം, അത് അള്ളാഹുവിന്റെ അംബിയ മുർസലുകളുടെ പ്രത്യേക യാത്രക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൽ അവസാനത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേറാജിലും ഉപയോഗിച്ചു ആ മൃഗം. അത് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതല്ല എന്ന് ഏതായാലും ഉറപ്പാക്കുക. ഓക്കെ, അക്മാമിനെ സഹാബാക്കളോട് ഒരു പൂ വിടർന്നതിനോട് താമസാക്കിനെ എന്താണെന്നൊന്നും കൂടെ ചെറിയൊരു വിവരണം. അതായത് മുട്ടിൽ നിന്ന് വിരിയാത്ത പൂവാണ് എന്ന് നീ വിചാരിക്കും. ആരെ കുല്ലകമീന്നാണ് ഈ ആയുധം കൊണ്ട് ശരിക്കും ആയുധമണിഞ്ഞ സഹാബത്തിന്റെ ശരീരത്തിനെ പൂവിനോട് ഉപമിക്കുന്നു. ആ പൂവ് വിരിഞ്ഞാൽ അതിങ്ങനെ വെളിവായി കാണും. അതേസമയത്ത് വിരിയുന്നതിന് മുമ്പ് ഇതിന്റെ മൊട്ടുകൊണ്ട് പൂവിന്റെ ഇതളുകൾ മറിഞ്ഞു കിടക്കുന്നത് പോലെ അതിന്റെ തുഞ്ചൻ ആ തല മാത്രമേ പുറത്തു കാണുള്ളൂ എന്നതുപോലെ മഹാന്മാരായ സഹാബാ കിറാമുകൾ ആയുധമണിഞ്ഞിട്ട് അവരുടെ ശരീരം പുറത്തു കാണാത്ത നിലക്ക് മൊട്ടിനുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന പൂക്കളെ പോലെയായിരുന്നു ആ ആയുധം കൊണ്ട് നിറഞ്ഞ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളുടെ ശരീരം എന്നർത്ഥം. ഫിൽ അക്മാമി കിമ്മ് അതാ ഈ പൂ വിടരുന്നതിന് മുമ്പ് ഈ പൂവിന്റെ മൊട്ട് മറിഞ്ഞു കിടക്കുന്ന കൂമ്പാള എന്നാ ഞങ്ങളെ നാട്ടിൽ പറയാം. അതിന്റെ ഈ പൂ മറിഞ്ഞു നിൽക്കുന്ന അതിന്റെ പാള, അതിൽ മറിഞ്ഞു നിൽക്കുന്ന പൂവാണെന്ന് തോന്നും. ആരെ കുല്ലകമീൻ ഈ ആയുധം കൊണ്ട് നിറഞ്ഞ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളെ. ആ നിലക്ക് അവരെ കണ്ടാൽ അവരുടെ ശരീരം ഒരു പൂ പോലെ ഉപമിച്ചിട്ട് ആ ശരീരത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആയുധത്തെ പൂവിന്റെ മൊട്ട് മറിഞ്ഞു കിടക്കുന്ന അതിന്റെ മൊട്ടിനോട് ഉപമിച്ചിരിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചെറിയ ഒരു ബെയ്ത്തിന്റെ കഴിഞ്ഞു പോയ പാടാണ്, ഞാൻ ഉണ്ടായിട്ടുണ്ടായില്ല. ലൗ നാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമൻ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസരിമം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദറിനോട് മഹത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിതത്തുകൾ യോജിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിച്ചാൽ തന്നെ നുരുമ്പിപ്പോയ അസ്ഥികളൊക്കെ ജീവൻ കൈവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗണ്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദറിനോട് യോജിച്ച മഹത്വമുള്ള മോചിതത്തുകൾ ഇല്ല എന്ന ഒരു തോന്നൽ ഈ ബെയ്ത്തിൽ നിന്ന് വരുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെയല്ല സിമോലിയർ അതിന്റെ അർത്ഥം. മറിച്ച് ഈ ദുനിയാവിൽ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദർ പദവിക്ക് മഹത്വത്തിന് അനുസരിച്ചുള്ള മോചിതത്തുകൾ വെളിവാകാൻ ഈ ദുനിയാവ് അശക്തമാണ്. ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഖദർ സ്ഥാനത്തിനനുസരിച്ചുള്ള അസാധാരണ അത്ഭുതങ്ങൾ കാണാൻ ഈ ദുനിയാവിനോട് കഴിയില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ സ്ഥാനവും മഹത്വവും അതിനനുസരിച്ചുള്ള ആയത്തുകൾ വെളിപ്പെടുന്നത് നാളെ പരലോകത്തിലാണ് എന്നാ പറഞ്ഞത്. അതന്ന് ഓദ്യം നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് വിശദമായി തന്നെ അന്ന് പറഞ്ഞിരുന്നു. ഈ ദുനിയാവിന്റെ പരിമിതിയാണത്. ഏതുപോലെ എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ. അപ്പോ എന്ത് കാണാതെന്ന്? അള്ളാഹ്ക്കൊരു കുറവുണ്ടായിട്ടല്ല. ഈ ദുനിയാവിലെ സൃഷ്ടി സംവിധാനത്തിന്റെ പ്രത്യേകതയിൽ അള്ളാഹുവിനെ കാണാൻ മാത്രമുള്ള പ്രാപ്തി ആർക്കുമില്ല. അതേസമയത്ത് നാളെ പരലോകത്തെത്തിയാലോ സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണും. അതെന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കാണാൻ മാത്രമുള്ള അവസ്ഥയിലുള്ള ഒരു സൃഷ്ടിപ്പല്ല ഈ ദുനിയാവിന്റെ സൃഷ്ടിപ്പ്. ആ ദുനിയാവിൽ നിന്നിട്ട് പോയി ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവിടത്തെ പ്രത്യേകതയല്ല, ഒരിക്കലും മരണമില്ലാത്ത ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക സൃഷ്ടിപ്പായതുകൊണ്ട് അവിടെ അള്ളാഹുവിനെ കാണാം എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന്റെ ഖദറിന് അനുസരിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് വെളിവാകാൻ കഴിയുകയായിരുന്നെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു? അള്ളാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഈ മയ്യത്തിനെ നീ ജീവിപ്പിക്കണമേ എന്നൊരു ഖബറിന്റെ അടുക്ക് പോയി പറഞ്ഞാൽ അത് ജീവിച്ചെഴുന്നേൽക്കണം. ആ നിലക്ക് ഉള്ള മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അവിടുത്തെ സ്ഥാനത്തിന് അനുഗുണമായ അത്ഭുതങ്ങൾ ഈ ലോകത്ത് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് ആഖിറത്തിലേക്ക് അല്ലാഹു തആല മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത് അത് തുടങ്ങുന്നത് തന്നെ മഖാമു മഹ്മൂദ് കൊണ്ടാണ്. ലോകത്ത് ആദം നബി അലൈഹി സ്വലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും മറ്റെല്ലാ മഹത്തുക്കളും മലായികത്ത് ഉൾപ്പെടെ എല്ലാവരും നിസ്സഹായരായി നിശബ്ദരായി നിൽക്കുമ്പോൾ അനലഹ എന്ന് പറയാനുള്ള ഒരു സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മറ്റൊരാളും കാലടിയുടെ ശബ്ദമല്ലാതെ ഒരു അക്ഷരം പുറത്തു കേൾക്കാത്ത സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി കിടന്നുകൊണ്ട് ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് സൽ തുഅത വഷ്ഫഅതു ഷഫായ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ചോദിച്ചതൊക്കെ തരാമെന്നും ആർക്ക് വേണമെങ്കിലും ശുപാർശ ചെയ്തോളൂ, ശുപാർശ സ്വീകരിക്കാമെന്നും പറയുന്ന ആ ഖദർ അത് ഈ ദുന്യാവിൽ നിന്നിട്ട് മനസ്സിലാവില്ല. അത്രയും വലിയ ഖദറാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നരകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നബി തങ്ങൾ വരുന്ന ആ നൂറ് കാണുന്നിടത്തൊക്കെ നരകത്തിന്റെ തീ കെടുകയും നബി തങ്ങൾ ഉദ്ദേശിച്ചവർ മുഴുവനും കൈപിടിച്ച് നരകത്തിൽ നിന്നിട്ട് കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അവിടത്തെ സ്ഥാനത്തിനോട് അനുഗുണമായ നിരക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അവിടെ വെളിവാവുള്ളൂ. ഇവിടെ അതിന് പോരാ. ഈ ദുന്യാവിന്റെ പോരാത്തലാണ്, നബിതങ്ങളുടെ പോരാത്തലാണ്. നബിതങ്ങളുടെ മഹത്വം മുഴുവനും വെളിവാകാൻ ഈ ലോകം പര്യാപ്തമല്ല. അതാ പറഞ്ഞത്. അപ്പൊ ഈ ലോകത്ത് മുഴുവനായിട്ട് വരുമ്പോൾ ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദർ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് അന്ന് തന്നെ പറഞ്ഞു, നിങ്ങളന്ന് ക്ലാസ്സിന് കൂടാത്തതുകൊണ്ടാണ്.